2015 രൂപീകരിച്ച വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന ജീവകാരുണ്യ സ്ഥാപനത്തിലൂടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, മറ്റു സാമൂഹ്യ സാമ്പത്തിക വികസനം, നൈപുണ്യ വികസനം എന്നീ മേഖലകളിൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി കേന്ദ്രീകൃതമായ പരിപാടികൾ നടത്തുകയും പിന്തുണയും ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കുകയും ചെയ്യുന്നു. സിനിമാ ജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും തുടക്കം ആറ്റുകാലമ്മയുടെ നിറസാന്നിധ്യത്തിലാണെന്നുള്ളത് നമുക്ക് ഏവർക്കും വളരെ സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ തിരനോട്ടം ഇവിടെ ആറ്റുകാൽ ക്ഷേത്ര മുറ്റത്ത് വെച്ചാണ് ആദ്യ ഷോട്ട് ചിത്രീകരിച്ചത്. അതുപോലെ അദ്ദേഹത്തിന്റെ വിവാഹത്തിന്റെ താലികെട്ട് ചടങ്ങ് അമ്മയുടെ മുമ്പിൽ വെച്ചാണ് നടന്നത്. ക്യാമ്പസ് കാലത്ത് സംസ്ഥാന ഗുസ്തി ചാമ്പ്യനായിരുന്ന മോഹൻലാൽ കഥാപാത്രങ്ങളോട് 100% നീതി പുലർത്തുന്നതിനായി നൃത്തം, കഥകളി, മാജിക് തുടങ്ങിയ എല്ലാ കലകളും അഭ്യസിച്ചു. സ്വന്തം തൊഴിൽ ഈശ്വരനാണെന്നും ഈശ്വരനോട് എത്രമാത്രം നീതി പുലർത്തുമോ അത്രയും അനുഗ്രഹം ലഭിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഒരു മാന്ത്രികനെ പോലെ കാണികളെ വിസ്മയിപ്പിക്കുന്ന ഈ താരം എന്നും തിളങ്ങി നിൽക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് ഇപ്പോൾ മക്കളും അരങ്ങത്തേക്കുണ്ട്. മകൻ പ്രണവ് മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിക്കഴിഞ്ഞു. മകൾ വിസ്മയ സിനിമയിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ശ്രീ മോഹൻലാലിന്റെ ജീവിതയാത്രയിൽ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രശസ്തി പത്രം വായിക്കുന്നതിനായി ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ട്രഷറർ ശ്രീമതി എ ഗീതാകുമാരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആറ്റുകാലമ്മ പുരസ്കാരം 2026 പ്രശസ്തി പത്രം. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ ശ്രീ വിശ്വനാഥൻ നായരുടെയും ശ്രീമതി ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായി ജനിച്ച ശ്രീ മോഹൻലാൽ തിരുവനന്തപുരത്ത് മുടവൻ മുകളിലെ വീട്ടിൽ താമസിച്ചാണ് സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് മോഹൻലാൽ എന്ന നടന് കിട്ടിയ ആദ്യ അംഗീകാരം. 1978 MG കോളേജിൽ BCom വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സുഹൃത്തുക്കളുമൊത്ത് നിർമ്മിച്ച തിരനോട്ടമാണ് ആദ്യ ചിത്രമെങ്കിലും 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രമാണ് മോഹൻലാൽ എന്ന നടനെ ആദ്യമായി മലയാളി പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. പ്രണയത്തിന്റെ മനോഹാരിത വളരെ കാൽപ്പനികമായി ആവിഷ്കരിച്ച ആ ചലച്ചിത്രത്തിലെ നരേന്ദ്രൻ എന്ന ലക്ഷണമൊത്ത വില്ലൻ കഥാപാത്രമാണ് മോഹൻലാലിന്റെ 4.5 പതിറ്റാണ്ട് നീണ്ട അഭിനയ ചരിത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിക്കുകയും പ്രണയിപ്പിക്കുകയും ചെയ്ത എത്രയെത്ര കഥാപാത്രങ്ങൾ. ഒരു മാന്ത്രികനെ പോലെ അദ്ദേഹം മലയാളികളെ വിസ്മയിപ്പിച്ചു. അഭ്രപാളികൾക്കൊപ്പം അരങ്ങും തനിക്ക് നന്നായി വഴങ്ങുമെന്ന് ശ്രീ കാവാലം നാരായണ പണിക്കരുടെ കർണഭാരം നാടകത്തിലെ കണ്ണനിലൂടെയും ശ്രീ പ്രശാന്ത് നാരായണന്റെ ഛായാമുഖിയിലെ ഭീമനിലൂടെയും അദ്ദേഹം തെളിയിച്ചു. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങി ഇതര ഇന്ത്യൻ ഭാഷാ സിനിമകളിലെ അഭിനയം ഉൾപ്പെടെ കൈവച്ച മേഖലകളിലെല്ലാം തന്റെ പ്രതിഭയുടെ സാന്നിധ്യം അറിയിച്ച മോഹൻലാൽ എന്ന അതുല്യ നടൻ ചലച്ചിത്ര നിർമ്മാതാവായും സംവിധായകനായും പിന്നണി ഗായകനായും എഴുത്തുകാരനായും ടെലിവിഷൻ ഷോ അവതാരകനായും ബിസിനസ്സുകാരനായും ബ്ലോഗറായും നമ്മുടെ മുൻപിൽ ഇതിഹാസ താരമായി തിളങ്ങുന്നു. 1991 ഭരതം, 1999 വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലൂടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടൻ ഉൾപ്പെടെ 6 ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 9 തവണയാണ് ഈ അഭിനയ പ്രതിഭയെ തേടി എത്തിയത്. 2001 പത്മശ്രീയും 2019 പത്മഭൂഷണം നൽകി
ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ നിന്ന് ലഫ്റ്റനന്റ് കേണൽ പദവിയും 2010 ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും 2018 കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റും മറ്റ് നിരവധി അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. സിനിമയുടെ വളർച്ചയ്ക്ക് മോഹൻലാൽ എന്ന ബഹുമുഖ പ്രതിഭ നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി ഭാരത സർക്കാർ നൽകിയ 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2025 സെപ്റ്റംബർ 23 അദ്ദേഹം ഏറ്റുവാങ്ങി. ഈ പുരസ്കാരത്തിലൂടെ ദേശീയ തലത്തിൽ മലയാള സിനിമയുടെ കലാമൂല്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് മലയാളത്തിന്റെ അഭിമാനമുയർത്തിയ സമാനതകളില്ലാത്ത മഹാനടൻ ശ്രീ മോഹൻലാലിന് 2026 ആറ്റുകാൽ അമ്മ പുരസ്കാരം നൽകി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് അദ്ദേഹത്തെ ആദരിക്കുന്നു. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ശ്രീ മോഹൻലാലിന്റെ ജീവിതയാത്രയുടെ തുടർന്നുള്ള ഓരോ ഘട്ടത്തിലും തുണയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിനു വേണ്ടി ചെയർമാൻ, പ്രസിഡന്റ്, സെക്രട്ടറി. താങ്ക് യു മാം. ശ്രീ മോഹൻലാലിന് പൊന്നാട അണിയിക്കുന്നതിനാൽ